അസ്സാം വലൈക്കും വറഹമത്തുള്ള. MMA, അതായത് മിക്സഡ് മാർഷൽ ആർട്സ്, UFC, അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ്, ഈ പ്രയോഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേരുണ്ട്. റഷ്യക്കാരനായ ഖബീബ് എന്ന ഒരു ഫൈറ്ററുടെ പേരാണത്. 29 മത്സരങ്ങൾ കാഴ്ചവെച്ചിട്ട് ആ 29 മത്സരങ്ങളിലും ഒരു തവണ പോലും തോൽവി അറിഞ്ഞിട്ടില്ലാത്ത മികച്ച ഒരു ഫൈറ്റർ കൂടിയാണ് ഖബീബ്. ഖബീബുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ സംഭാഷണത്തിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ സമയത്ത് ഞാൻ വന്നിട്ടുള്ളത്. പ്രിയ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും തിയോ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റഷ്യക്കാരനായ 36 വയസ്സുള്ള ഖബീബിനെ ട്രെയിൻ ചെയ്ത ഒരു കോച്ച്, അദ്ദേഹത്തിൻ്റെ അമുസ്ലിം കോച്ച് ഹാവിയർ മെൻഡസ് എന്ന് പറയുന്ന ഒരു അമുസ്ലിം കോച്ച് ഖബീബുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു അഭിമുഖമുണ്ട്. അതിൽ അദ്ദേഹം ഖബീബിനെ കുറിച്ച് പറയുമ്പോൾ വാചാലമായി സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഖബീബിൻ്റെ ഒരു മത്സരം കഴിഞ്ഞപ്പോൾ ഖബീബ് എവിടെ വെച്ചായിരുന്നു ആ മത്സരത്തിന് ശേഷമുള്ള സെലിബ്രേഷൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കോച്ച് ഹാവിയർ മെൻഡസ് പറയുന്നുണ്ട്, എന്ത് സെലിബ്രേഷനൊന്നുമില്ല, അവരെല്ലാം വളരെ പ്രാക്ടീസിങ് മുസ്ലിംസാണ്. ആ കൂട്ടത്തിൽപ്പെട്ട എല്ലാ ആളുകളും നന്നായിട്ട് മതം കൊണ്ടടക്കുന്ന ആളുകളാണ്. അവർക്ക് അമിതമായ ആഹ്ലാദ പ്രകടനങ്ങളോ കാര്യങ്ങളൊന്നുമില്ല എന്ന് അവരെ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ അവരിൽ കണ്ട ഏറ്റവും നല്ല മാനേഴ്സ്, ആ പെരുമാറ്റം, അവരുടെ ക്യാരക്ടർ, അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിൽ അദ്ദേഹം അത്ഭുതത്തോടു കൂടി തന്നെ സംസാരിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ സംസാരത്തിനൊടുവിൽ ഹാവിയർ മെൻഡസ് അദ്ദേഹം ഖബീബിൻ്റെ റൂമിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും, മാതാപിതാക്കളോട് അദ്ദേഹം കാണിക്കുന്ന റെസ്പെക്റ്റിന്, ഒരു കോച്ച് എന്ന നിലക്ക് അദ്ദേഹത്തിന് നൽകുന്ന നിലയും വിലയും ബഹുമാനവും എല്ലാം ഹബീബ് എന്ന് പറയുന്ന ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഹബീബിന് അത്രയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അമുസ്ലിമായ ആ കോച്ച് ഹാവിയർ മെൻഡസ് അദ്ദേഹം ആ സംസാരത്തിന് അവസാനത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. 100% മതം ജീവിതത്തിൽ കൊണ്ടടക്കുന്ന ഒരു പ്രാക്ടീസിങ് മുസ്ലിമാണ് അദ്ദേഹമെന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കാര്യമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സ്വഹാബാക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു വാക്കുകൊണ്ട് പോലുമല്ലാതെ ഇസ്ലാമിനെ നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും, ഇസ്ലാമിനെ ആളുകളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുമെന്ന്. സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ്? വാക്കുകൊണ്ടല്ലാതെ എങ്ങനെയാണ് നമുക്ക് ഇസ്ലാമിനെ എത്തിക്കാൻ പറ്റുക? ഒരു സംസാരം കൊണ്ടല്ലാതെ പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിനെ എത്തിക്കാൻ പറ്റുക? അത് കേട്ടപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട്. സത്യത്തിൽ ഖബീബ് എന്ന് പറയുന്ന ആ ഒരു കായിക താരത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ശീലിച്ചു പോരുന്ന കാര്യങ്ങൾ, അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്ന കാര്യങ്ങളൊക്കെ പല ആളുകളും ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും കാരണമാകുന്നുണ്ട്. ഖബീബ് മാത്രമല്ല, ലോകത്ത് വ്യത്യസ്തങ്ങളായ കായിക മേഖലകളിൽ ഇടപെടുന്ന ഇങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് പ്ലെയറായ ഹാഷിം അംലയെ പോലുള്ള ആളുകൾ. അങ്ങനെ ഒരുപാട് ആളുകളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ മേഖലയിൽ നമുക്ക് അവരൊക്കെ ജീവിതത്തിൽ ഇസ്ലാമിനെ ഏറ്റവും നന്നായിട്ട് കൊണ്ടു നടക്കുന്നതായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ നാവുകൊണ്ട് ജനങ്ങളിലേക്ക് കൺവേ ചെയ്യുന്ന ആശയങ്ങൾ മാത്രമല്ല, നേരെ മറിച്ച് ഒരു പ്രബോധകൻ സത്യത്തിൽ അയാളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് സന്ദേശമായി മാറണം എന്നുള്ളതാണ്. ഇസ്ലാമിനെ ആളുകൾക്ക് മനസ്സിലാക്കാൻ, ആ ജീവിതം നോക്കിയിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം കൂടി ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു നോക്കിക്കഴിഞ്ഞാൽ, അവിടേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതിന് സമാനമായി ഇതിന് ഉപോത്ബലകമായ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഒരിക്കൽ ഒരു അറാബിയായ ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നിട്ട്, അതായത് കാട്ടറബിയായ ഒരാൾ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് പള്ളിയുടെ ഒരു മൂലയിൽ അദ്ദേഹം മൂത്രമൊഴിച്ചു. സ്വാഭാവികമായിട്ടും ഇത് കണ്ടപ്പോൾ ആ പ്രവൃത്തിയിൽ അരുഷം പൂണ്ട് കുപിതരായിട്ട് സ്വഹാബാക്കൾ എണീച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളൊരു പാട്ട വെള്ളം കൊണ്ടുവന്നിട്ട് അവിടെ ഒഴിച്ചു കളയുക, അദ്ദേഹത്തെ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗമ്യമായിട്ട് അയാളെ കൂട്ടിക്കൊണ്ടുപോവാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ചെയ്തത് ശരിയല്ലല്ലോ. ആ ചെയ്ത തെറ്റ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എത്ര സുന്ദരമായ നിമിഷമാണ് നോക്കൂ. ആ ഒരു സ്വഭാവം കണ്ടിട്ട് ആ അറാബ് ഇസ്ലാം സ്വീകരിച്ചു എന്ന് വരെ ചരിത്രത്തിൻ്റെ ചില റിപ്പോർട്ടുകളിൽ
നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സമാനമായൊരു സംഭവം കൂടി നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് സുമാമയെ സുമാമ എന്ന് പറയുന്ന ഒരാളെ സ്വഹാബാക്കൾ ബന്ദിയാക്കി പള്ളിയിൽ കെട്ടിയിട്ട ഒരു സന്ദർഭമുണ്ടായിരുന്നു. യുദ്ധത്തിൽ നിന്ന് പിടിച്ചപ്പോൾ ബന്ദിയാക്കി അദ്ദേഹത്തെ പള്ളിയിൽ കെട്ടിയിട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സ്വഹാബാക്കളോട് നിർദ്ദേശിച്ച കാര്യം എന്താ? നിങ്ങൾ സുമാമക്ക് ഭക്ഷണം നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അങ്ങനെ 3 ദിവസത്തിൽ ഓരോ ദിവസവും അദ്ദേഹത്തോട് വന്ന് കാര്യങ്ങൾ സുമാമയോട് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഒരാളെ യുദ്ധത്തിൽ നിന്ന് പിടിച്ചിട്ട് ബന്ദിയാക്കി വെച്ച സമയത്ത് അവർക്ക് നൽകാനുള്ള അവകാശങ്ങളും കാര്യങ്ങളൊക്കെ നൽകി 3 ദിവസവും അദ്ദേഹത്തെ അവിടെ പള്ളിയിൽ വെച്ചപ്പോഴും ഭക്ഷണം നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടു, അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. 3 ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ 3-ാം ദിവസം അദ്ദേഹത്തെ കെട്ടഴിച്ച് സ്വതന്ത്രനാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുമാമ നേരെ പോയി കുളിച്ചു വന്നിട്ട് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, യാ മുഹമ്മദ് വല്ലാഹി മാ കാന അൽ അർളി വജ്ഹുൻ അബ്അദ ഇലയ്യ മിൻ വജ്ഹിക ഫഖദ് അസ്ബഹ വജ്ഹുക അഹബ്ബുൽ വുജൂഹി ഇലയ്യ. സുമാമ പറയാണ്, അല്ലയോ മുഹമ്മദ്, ഭൂമിയിൽ താങ്കളുടെ മുഖത്തോളം എനിക്ക് വെറുപ്പുള്ള മറ്റൊരു മുഖവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖമായി മാറിയിരിക്കുന്നു. ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, വല്ലാഹി മാ കാന മിൻ ദീനിൻ അബ്അദ ഇലയ്യ മിൻ ദീനിക ഫഅസ്ബഹ ദീനുക അഹബ്ബദ്ദീന ഇലയ്യ. താങ്കളുടെ മതത്തെക്കാൾ, അതായത് ഇസ്ലാമിനേക്കാൾ എനിക്ക് വെറുപ്പുള്ള മറ്റൊരു മതവും ലോകത്തുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതമായി മാറിയിരിക്കുന്നു. ശേഷം സുമാമ പറയാണ്, വല്ലാഹി മാ കാന മിൻ ബലദിൻ അബ്അദു ഇലയ്യ മിൻ ബലദിക് ഫഅസ്ബഹ ബലദുക അഹബ്ബൽ ബിലാദി ഇലയ്യ. താങ്കളുടെ നാടിനേക്കാൾ എനിക്ക് വെറുപ്പുള്ള മറ്റൊരു നാടും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാടായി മാറിയിരിക്കുന്നു എന്ന്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ആ ശൈലി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിസുന്ദരമായ ഇടപെടൽ. സുമാമ എന്ന് പറയുന്ന മുൻപ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പ്രവാചകനെയും ഇസ്ലാമിനെയും മക്കയെയും അങ്ങേയറ്റം വെറുപ്പിൻ്റെ കണ്ണുകളോടെ നോക്കിയിരുന്ന ആ സുമാമ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അത് കാരണമായി എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ ഖബീബിൻ്റെ കാര്യം ഉദാഹരണമായി പറയാനുള്ള കാരണം, ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ആ മേഖലയിലുള്ള ഒരു കായിക താരം കൂടിയാണ് ഖബീബ് എന്ന് പറയുന്നത്. ആ ഖബീബ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താ നിങ്ങൾക്കറിയാം? പലപ്പോഴും അദ്ദേഹം ഇടിക്കൂട്ടിൽ പറന്നുയരുന്ന പരുന്ത് എന്നൊക്കെയുള്ള വിശേഷണം ലഭിച്ച ഖബീബ്, അദ്ദേഹം ഫൈറ്റിന് മുമ്പ് വന്ന് നിൽക്കുമ്പോൾ പോലും അദ്ദേഹം കാണിക്കുന്നൊരു ആക്ഷനുണ്ട്. അദ്ദേഹത്തെ ചൂണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പറയും, ഞാനല്ല, നേരെ മറിച്ച് സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവാണ്, അവനാണെല്ലാം, ദ ഗോഡ് ഗീവ് മീ എവ്രിതിങ്, എനിക്ക് ദൈവം എല്ലാം നൽകിയിട്ടുണ്ട്, അൽഹംദുലില്ലാ എന്ന് ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ ജീവിതം ആ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ പോലും, ലോകം മുഴുവൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുമ്പോൾ പോലും, ആ ഇസ്ലാമിന് അദ്ദേഹം നെഞ്ചേറ്റി എൻ്റെ മതമാണ് എന്നെ ഇങ്ങനെ വ്യത്യസ്തനാക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് വന്നു നോക്കൂ. നമുക്ക് നാട്ടിൽ കുറച്ച് നിലയും വിലയും സ്ഥാനം മാനമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ മതത്തെ പരമാവധി ഉപേക്ഷിച്ച് മാറ്റി നിർത്തുക ചെയ്യുക. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ ആ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ, ലോകം മുഴുവൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നൊരവസ്ഥ വന്നപ്പോൾ, ആ സംവിധാനം ഉപയോഗിച്ചിട്ട്, ആ മീഡിയം ഉപയോഗിച്ചിട്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ ഇസ്ലാം എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക കൂടിയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ആ കോച്ച്, മുസ്ലിം കോച്ച് ഹാവിയർ മെൻഡസ്, അദ്ദേഹത്തെ പറ്റി ഓർത്തെടുക്കുന്നതും അതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും ഇത്തരം സംഭവങ്ങളിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ എവിടെ ചെന്നാലും, ഏത് ദറജയിലെത്തിയാലും, ഏത് സ്ഥാനത്ത് നമ്മൾ പോയിരിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായാലും, എത്ര നിലയും വിലയും ഒക്കെ നമുക്ക് ആളുകൾക്കിടയിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും ഇസ്ലാമിനെ നമ്മൾ നിലനിർത്തി കൂടുതൽ റബ്ബിന് കീഴ്പ്പെട്ട്, ഇതെല്ലാം എൻ്റെ അള്ളാഹു എനിക്ക് തന്നത് എന്നെ പരീക്ഷിക്കാനാണ് എന്ന ബോധത്തോടു കൂടി, ഹാദാ മിൻ ഫളിലി റബ്ബീ ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, ഞാൻ റബ്ബിന് നന്ദി കാണിക്കുന്നുണ്ടോ അതല്ല നന്ദികേട് കാണിക്കുന്നവനാണോ എന്ന് പരിശോധിക്കാൻ എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണിത് എന്ന ബോധത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയാണ് വേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.